നമുക്ക് എങ്ങനെയാണ് ഒരു റിഫൈനറി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് റിഫൈനറിയുടെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ നമ്മൾക്ക് യൂസ്ഫുൾ പ്രൊഡക്റ്റായ പെട്രോൾ, ഡീസൽ, ജെറ്റ് ഫ്യൂൽ എന്നിവ ഉണ്ടാക്കലാണ് നോർമലായിട്ട്. ഇതിൻ്റെ യൂണിറ്റുകളിലേക്ക് പോകാം. ആദ്യമായി വലിയൊരു സ്റ്റോറേജ് ടാങ്ക് കാണും. അതിലായിരിക്കും നമുക്ക് വേണ്ട ക്രൂഡ് ഓയിൽ സംഭരിക്കുന്നത്. ഈ ക്രൂഡ് ഓയിലിന് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. മെയിൻലി ഡെൻസിറ്റി, ക്രൂഡ് ഓയിലിൻ്റെ ഡെൻസിറ്റി, പിന്നീട് ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ സൾഫർ കണ്ടൻറ്റ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ എക്യുപ്മെൻറ്റും ഡിസൈൻ ചെയ്യുന്നത്. ടാങ്കിൽ നിന്നും ഒരു പമ്പ് വഴി അതൊരു ഡീസാൾട്ടർ എന്നൊരു യൂണിറ്റിലേക്ക് ആദ്യം തന്നെ എത്തും. ഡീസാൾട്ടറിൻ്റെ മെയിൻ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലുള്ള സാൾട്ട് കണ്ടൻറ്റും വാട്ടറും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു മുന്നേ ഒരു പ്രീ ഹീറ്റർ സംവിധാനം കാണും. നമ്മൾ ക്രൂഡ് ഓയിൽ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീസാൾട്ടറിൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടി കൂടുതലായി കിട്ടും. പിന്നീട് ഒന്നുകൂടി ചെറുതായൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ് ചെയ്ത ഈ ക്രൂഡ് ഓയിൽ ഒരു ചെറിയ ഫ്ലാഷ് സെപ്പറേറ്റർ വഴി അതിലുള്ള ലേറ്റർ ഗ്യാസുകൾ റിമൂവ് ചെയ്ത് അതിൻ്റെ ബോട്ടം വഴി ഒരു പമ്പ് മുഖേന ഒരു ഫയേർഡ് ഹീറ്ററിൽ കയറി അത് ഡിസ്റ്റിലേഷൻ കോളത്തിൽ എത്തിച്ചേരുന്നു. ഇത് ഹീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോട്ടം ടെമ്പറേച്ചർ ഏകദേശം ഒരു 350 ഡിഗ്രിയോളം നമുക്ക് ആവശ്യമാണ് ഇതിനെ ബോയിൽ ചെയ്യാൻ. ഇതിനെ ബോയിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോളത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ലേറ്റർ ഗ്യാസ് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ LPG എന്ന് പറയുന്നത്. അത് ഏകദേശം നമുക്കൊരു 80-100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കും ഇതിൻ്റെ ടോപ്പിലെ ടെമ്പറേച്ചർ. അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോൾ. പിന്നീട് കിട്ടുന്നത് നാഫ്ത. അത് നമ്മൾക്ക് കെമിക്കൽ പ്രൊഡക്ഷൻസിന് വേണ്ടിയാണ് നോർമലായി യൂസ് ചെയ്യുന്നത്. പിന്നെ കെറോസിൻ അഥവാ മണ്ണെണ്ണ. പിന്നീട് നമുക്ക് കിട്ടുന്നതാണ് ഡീസൽ. പിന്നീട് നമുക്ക് കിട്ടുന്നതാണ് ഹെവി ഓയിൽ ഓർ ഫ്യൂൽ ഓയിൽ. ഫ്യൂൽ ഓയിൽ പൊതുവെ സാധാരണമായി നമ്മൾ പവർ പ്ലാന്റുകളിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അവസാനം കോളത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് കിട്ടുന്നത് ബിറ്റുമിൻ അഥവാ റെസിഡ്യൂ. നമ്മൾ ടാറായി എല്ലാം റോഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ബിറ്റുമിൻ. നമുക്ക് ഇതിൽ 3 കമ്പോണൻറ്റ് നമുക്ക് വളരെ അത്യന്താപേക്ഷികമാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്. അത് ഒന്നാണ് ഗ്യാസോലിൻ, അതായത് നമ്മുടെ പെട്രോൾ. രണ്ടാമത്തത് കെറോസിൻ, അതായത് ഏവിയേഷൻ ഫ്യൂൽ. മൂന്നാമത്തത് ഡീസൽ. ഇത് നേരിട്ട് നമുക്കൊരിക്കലും വണ്ടികളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഗ്യാസോലിൻ അഥവാ പെട്രോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഹൈഡ്രോ ട്രീറ്റർ എന്നൊരു യൂണിറ്റിൽ കൊണ്ടുപോയി സൾഫർ റിമൂവ് ചെയ്യും. അതിനെ സൾഫർ കമ്പൗണ്ടിനെ H2S ആയി കൺവേർട്ട് ചെയ്ത് ഗ്യാസ് റിമൂവ് ചെയ്യും. പിന്നീട് നോർമലി ഈ ഗ്യാസോലിൻ അഥവാ ഈ പെട്രോളിൽ ധാരാളം പാരഫിൻസ് ആയിരിക്കും. അതിനെ നമ്മൾ റിഫോർമറിൽ കയറ്റി അതിൻ്റെ ലോങ് ചെയിൻ ചെയ്ത് ആരോമാറ്റിക്കും പിന്നെ ബ്രാഞ്ച് ചെയിനുമാക്കി മാറ്റും. പിന്നീട് ബ്ലെൻഡ് ചെയ്യുകയാണ്. അതായത് ഒക്ടേൻ നമ്പർ, അതായത് എങ്ങനെ സ്മൂത്തായി എൻജിൻ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചിട്ടുള്ള ഒരു നമ്പറാണ് ഒക്ടേൻ നമ്പർ. ഒക്ടേൻ നമ്പർ ഡിസൈഡ് ചെയ്യുന്നത് 95% ഐസോ ഒക്ടേനും 5% N-ഹെപ്റ്റേനും കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നോക്കിംഗ് പ്രോപ്പർട്ടി. അതിന് അവലംബിച്ച് അതിന് പ്രപ്പോർഷനായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഒക്ടേൻ നമ്പർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് 95% ഒക്ടേൻ പെട്രോൾ. നമുക്കത് പെട്രോൾ പമ്പിലെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ടാവും. പിന്നീട് എത്തനോൾ, അത് എൻവയോൺമെൻറ്റൽ റെഗുലേഷൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ ആഡ് ചെയ്യുന്നതാണ് എത്തനോൾ. എത്തനോൾ നോർമലി 5% തൊട്ട് 10% വരെ ആഡ് ചെയ്യാം. ഇതെല്ലാം പ്രപ്പോർഷനേറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ പെട്രോൾ കിട്ടും. ഇത് നമ്മൾ നേരെ ഒരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം സപ്ലൈ ചെയിനിലേക്ക് അയക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക്
പെട്രോൾ ലഭിക്കുന്നത്. ഇനി ഡീസൽ നോക്കാം. ഡീസലും ഇതുപോലെ തന്നെ ആദ്യം തന്നെ ഡീസൽ നമ്മൾ ഹൈഡ്രോ ട്രീറ്ററിൽ ഉപയോഗിച്ച് H2S ആയി റിമൂവ് ചെയ്യണം അതിലുള്ള സൾഫർ. അപ്പോൾ അത് സൾഫർ റിമൂവ്ഡ് ഡീസലായി. പിന്നീട് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം. അതിലുള്ള പാരഫിനെയും ആരോമാറ്റിക്കിനെയും സീറ്റെയിൻ നമ്പർ, നോട്ട് ഒക്ടെയിൻ നമ്പർ, സീറ്റെയിൻ നമ്പർ കിട്ടുന്നതിന് വേണ്ടി അതിലുള്ള കോമ്പോസിഷൻ ബ്ലെൻഡ് ചെയ്യണം. സീറ്റെയിൻ നമ്പർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഇഗ്നീഷൻ പോയിന്റ് ഉണ്ട്, പെട്ടെന്ന് ഇഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാബിലിറ്റിയാണ് ഈ സീറ്റെയിൻ നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഫൈനൽ ഡീസൽ ലഭിക്കുകയുണ്ടായി. നമ്മൾ ഒരിക്കലും ഡീസലിൽ എത്തനോൾ ആഡ് ചെയ്യില്ല. എത്തനോൾ ഒരിക്കലും ഡീസലിൽ മിക്സ് ആവാത്തതുകൊണ്ട് ഒരിക്കലും എത്തനോൾ ആഡ് ചെയ്യില്ല. പിന്നീട് അതൊരു വലിയൊരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നേരെ അതൊരു സപ്ലൈ ചെയിനിലേക്ക് പോകുന്നു. ഇനി അടുത്തതായി ഏവിയേഷൻ ഫ്യൂൽ. ആക്ച്വലി ഇതൊരു കെറോസിൻ ഫ്രാക്ഷനാണ്. നമ്മളെല്ലാം പറയുന്ന പോലെ മണ്ണെണ്ണ. ഇത് നമ്മൾ മറ്റ് യൂണിറ്റുകൾ പോലെ തന്നെ നമ്മൾ ഇതിൽ നിന്നുള്ള സൾഫർ റിമൂവ് ചെയ്യണം, ഹൈഡ്രജൻ സൾഫൈഡായി റിമൂവ് ചെയ്യണം. അതിനുശേഷം ഇതിന് ഒത്തിരി ക്വാളിറ്റി ചെക്സ് ഉണ്ട്. അതായത് ഏവിയേഷൻ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫ്രീസിങ് പോയിന്റ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ച് ഇതിൽ ചെറിയ അഡിറ്റീവുകൾ ആഡ് ചെയ്യും. പിന്നെ ഇഗ്നീഷൻ പോയിന്റും അതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജെറ്റ് ഫ്യൂവലിന് ഒരു ലെവലുണ്ട്, ജെറ്റ് എ, ജെറ്റ് A1. അതെല്ലാം ഓരോ ഏവിയേഷൻ റിക്വയർമെൻറ്റും അനുസരിച്ച് നമ്മൾ മീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ എത്തുകയും പിന്നീട് അത് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പൊതുവായി റിഫൈനറിയിലെ മെയിൻ പ്രൊഡക്റ്റ്, അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏവിയേഷൻ ഫ്യൂൽ ആയാലും പെട്രോൾ ആയാലും ഡീസൽ ആയാലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.